ഭിന്നശേഷി കുരുന്നുകളുടെ ജീവിത വേദനകൾ തുറന്നു പറഞ്ഞ മീറ്റ് ദി പ്രസിഡന്റ് പരിപാടി ശ്രദ്ധേയമായി. മാടായി BRC മാടായി സ്കൂളിൽ സംഘടിപ്പിച്ച സഹവാസ ക്യാമ്പ് കല്യാശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ആർ ബബിതകുമാരി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അവർക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴിയില്ല എന്ന് പറയുന്നുണ്ട്. ഇവർക്ക് സമാനമായി തന്നെ മറ്റൊരു കുട്ടി കൂടി ഉണ്ട്. അപ്പോൾ അവരുടെ കാര്യത്തിൽ കൂടി തീരുമാനം ഉണ്ടാവണം എന്നുള്ളത് കൂടിയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്. മാം കേട്ടെന്ന് വിശ്വസിക്കുന്നു. ഇവരുടെ വീടിന്റെ പിറകിലായി തന്നെ മറ്റൊരു കുട്ടി കൂടി ഉണ്ട്. കിടപ്പിലാണ് കുട്ടി. അപ്പോൾ അവർക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴിയില്ല. അക്കാര്യത്തിൽ അതായത് 1-ാം വാർഡാണെന്ന് തോന്നുന്നു. അപ്പോൾ 1-ാം വാർഡിൽ എന്തായാലും കൃത്യമായി പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് അവിടെ പോയി പരിശോധിക്കുകയും ഇത്തരം കുട്ടികളെ ചേർത്ത് പിടിക്കാൻ ആവശ്യമായ നടപടി വേണമെന്നാണ് പറയാനുള്ളത്. ഇനി രക്ഷിതാക്കൾ കേട്ടുനിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞുപോയ നിമിഷങ്ങളായിരുന്നു മാടായിയിൽ. വേദിയിൽ സംസാരിക്കാൻ എഴുന്നേറ്റ ഭിന്നശേഷി കുരുന്നുകളുടെ രക്ഷിതാക്കൾക്ക് ശബ്ദമിടറാതെ വാക്കുകൾ മുഴുമിപ്പിക്കാനായില്ല. ഓരോ വാക്കിനകത്തും വർഷങ്ങളായി ഉള്ളിൽ അടിഞ്ഞുകൂടിയ വേദനയും നിസ്സഹായതയുമായിരുന്നു. ഭിന്നശേഷി കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും തുറന്നു സംസാരിക്കാനുള്ള അപൂർവ വേദിയാണ് മാടായി BRC ഒരുക്കിയത്. എന്താ ചെയ്യേണ്ട, ആരോട് ചോദിക്കേണ്ടത് നമുക്ക് അറിയുന്നില്ല. എങ്ങനെയെങ്കിലും ഒന്ന് അത് ചെയ്തെന്നാൽ ഞാനും എൻ്റെ മക്കളും മഴയത്ത് ചോർച്ചയില്ലാത്ത ഒരു വീട്ടിൽ നിൽക്കും. അതിന് കുറേ കാലം 10-15 വർഷമായി അത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുവരെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അറിയുന്നവരെ തെച്ച് നമ്മൾ ഒഴിവാക്കി പോവുകയുന്നത്. 8 പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി നേരിട്ട് സംവദിക്കാൻ ലഭിച്ച ഈ അവസരം പലർക്കും ജീവിതത്തിൽ ആദ്യമായിരുന്നു. നടന്നു പോകാൻ പോലും മറ്റൊരാളുടെ സഹായം വേണ്ട കുഞ്ഞിനെ കൈപിടിച്ച് ഒരു വഴി പോലും ഇല്ലാത്ത അടച്ചുറപ്പില്ലാത്ത വീട്ടിലേക്ക് ദിവസവും കഷ്ടപ്പെട്ടെത്തുന്ന ഒരമ്മ. വേദിയിൽ നിന്നപ്പോൾ കണ്ണുനീർ മറയ്ക്കാനായില്ല. ദേശീയവും അന്തർദേശീയവുമായ കായിക കലാമത്സരങ്ങളിൽ മികവ് തെളിയിച്ചിട്ടും കൂടുതൽ പ്രോത്സാഹനം കിട്ടാതെ നിൽക്കുന്ന മകന്റെ കഴിവുകൾക്ക് അംഗീകാരം കിട്ടുന്നതിനായി നിറകണ്ണുകളോടെ അപേക്ഷിച്ച ഒരച്ഛൻ. ചിരിച്ചും കരഞ്ഞും അവരുടെ ജീവിതാനുഭവങ്ങളും പരാതികളും വേദിയിൽ തുറന്നു പറയുകയായിരുന്നു അവർ. ഓരോ കഥയും കേൾക്കുമ്പോഴും വേദിയിൽ മാത്രമല്ല കേട്ടുനിന്നവരുടെ മനസ്സിലും നിശബ്ദമായൊരു വിങ്ങൽ നിറഞ്ഞു. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെയും അധ്യാപകരുടെയും മികച്ച പങ്കാളിത്തം പരിപാടിയുടെ മറ്റൊരു പ്രത്യേകതയായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ബബിതകുമാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തക ഷാരിമ രാജൻ മോഡറേറ്ററായി. ഡയറ്റ് ഫാക്കൽറ്റി ഉണ്ണികൃഷ്ണൻ, കെ രഞ്ജിത്ത്, NV രാമകൃഷ്ണൻ, KV രാധാകൃഷ്ണൻ, KN ഗീത, B നസീർ, VT അംബു, സനൂപ് മോഹൻ, B സത്യഭാമ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.